ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഓൾറെഡി ഒരു സോളാർ സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നു. 48 വോൾട്ടിൻ്റെ ഒരു സിസ്റ്റം. അതായത് 200 12 വോൾട്ടിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററി 4 ഉണ്ടായിരുന്നു. അത് നമ്മൾ ലിഥിയം ബാറ്ററിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പോവാണ്. ഓൾറെഡി 7 വർഷം മുന്നേ ചെയ്തിരുന്ന പാനലും കാര്യങ്ങളൊക്കെയാണ് ഇത്. ഇതിപ്പോൾ ഓൺ ഗ്രിഡ് ആണ്. ഈ ഓൺ ഗ്രിഡിൻ്റെ ഇപ്പുറത്തായിട്ട് 3 കിലോ വാട്ട് ഓൺ ഗ്രിഡ് ഉണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് 48ൻ്റെ ഒരു സിസ്റ്റം കൂടെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 8 പാനലുണ്ടായിരുന്നു. അപ്പം മോണോയും പോളിയൊക്കെ മിക്സഡ് ആക്കിയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കണക്ഷനും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിൻ്റെ കണക്ഷനൊക്കെ ഒന്ന് മാറ്റി കൊടുത്ത് സീരീസ് ആൻഡ് പാരലൽ കണക്ഷനിലാക്കി കോമ്പിനേഷനാക്കി മാറ്റിയിട്ട് അത് നമുക്ക് ഫുള്ള് സീരീസ് ആയിരുന്നു കൊടുത്തിരുന്നത്. അപ്പോൾ വ്യൂസ് ഒത്തിരി കയറിപ്പോവും. അതുകൊണ്ട് അതൊന്നും നമുക്ക് ഈ ഇൻവെർട്ടറിൽ സപ്പോർട്ട് ചെയ്യത്തില്ലാത്തത് കൊണ്ട് തന്നെ അതിൻ്റെ കണക്ഷനൊക്കെ ചേഞ്ച് ചെയ്ത് കുറച്ച് ക്ലാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വയറൊക്കെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന സിസ്റ്റം. ഇതാണ് നമ്മുടെ SBS-ൻ്റെ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററി. ലിഥിയം അയൺ ബാറ്ററി എന്ന് എഴുതിയേക്കുന്നത്, പക്ഷേ ലിഥിയം ഫെറോ ഫോസ്ഫേറ്റ് ബാറ്ററിയാണിത്. JKയുടെ BMS വരുന്ന നല്ലൊരു സിസ്റ്റമാണിത്. 125 ആംപിയറിൻ്റെ DC ബ്രേക്കർ വെച്ചിട്ടുണ്ട്. നല്ല JKയുടെ തന്നെ BMSൻ്റെ തന്നെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത്യാവശ്യം നല്ല എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റം തന്നെയാണ് ഇത് എന്ന് പറയാം. കാരണം ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കത് ഉപയോഗിച്ച് നോക്കിയപ്പോൾ മനസ്സിലായതാണ്. പിന്നെ ഒരുപാട് ഇൻഡിക്കേഷൻ കാര്യങ്ങൾ, അത് ബാറ്ററി പെർസെൻറ്റേജ് എഴുതി കാണിക്കുന്നത് ഇവിടെ ഇൻഡിക്കേറ്റർ ആയിട്ടുണ്ട്. പിന്നെ അതിന് റണ്ണിങ്ങിൻ്റെ BMS റൺ ആകുന്നുണ്ട്, അതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ LED ആയിട്ടും LCD ആയിട്ടും മിക്സ് ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ കുറേ കമ്മ്യൂണിക്കേഷൻ പോർട്ടുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സോളാറിന് ചാർജ് കയറിക്കൊണ്ടിരിക്കുകയാണ്. സോളാറോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഡിസ്പ്ലേ നോക്കിക്കഴിഞ്ഞാൽ 98% ഉണ്ട്. 4.7 ആംസിൽ ചാർജിങ് നടക്കുന്നുണ്ട്. 52.9 വോൾട്ട് ബാറ്ററിയിലുണ്ട്. 3.3 വോൾട്ട് ഈച്ച് ബാറ്ററി ഓരോ സെല്ലിലും ഉണ്ട്. ഈ ബാറ്ററി പാക്കേജ് 16 സെല്ല് അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ്. 48 വോൾട്ട് 51.2 വോൾട്ടാണ് ഇതിൻ്റെ കപ്പാസിറ്റി വരുന്നത്. സോളാർ ചാർജിങ് ആരംഭിച്ചിട്ടുണ്ട്. സോളാർ ചാർജിങ് ഓണെന്ന് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സോളാർ ആംപിയറും കാണിക്കുന്നുണ്ട്. 3 പോയിൻറ്റ് സംതിങ്. മഴ ആയതുകൊണ്ട് തന്നെ 200 വാട്ട്സിൽ താഴെയാണ് ചാർജിങ് കിട്ടുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ദിവസം ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമുക്ക് വേറെ ദിവസം ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിൽ യൂണിറ്റ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ലേ ഉള്ളൂ. അതുകൊണ്ട് സോളാർ ചാർജിങ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇൻവേർട്ടർ റെഡി എന്ന് കരുതി കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഇൻവേർട്ടർ വർക്ക് ചെയ്യുന്നത് സോളാർ മോഡിലാണ്. സോളാർ മോഡിൽ വർക്ക് ചെയ്യുമ്പോൾ സോളാറിൽ നിന്ന് തന്നെ ചാർജ് ആവുകയുള്ളൂ. പിന്നെ ഹൈബ്രിഡ് മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ സോളാറിൽ നിന്നും KCBയിൽ നിന്ന് എടുത്ത് ചാർജ് ആകും. അതായത് സോളാർ ഉള്ളപ്പോൾ സോളാറിൽ നിന്ന് പ്രയോറിറ്റി കൊടുത്ത് ചാർജ് ആകും. സോളാറിൻ്റെ അഭാവത്തിൽ KCBയിൽ നിന്നും ചാർജ് എടുത്ത് ബാറ്ററി സ്റ്റോർ ചെയ്ത് എപ്പോഴും ബാക്കപ്പ് എന്നുള്ള രീതിയിൽ ബാറ്ററിയെ ഫുൾ ചാർജ് ആക്കി നിർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ സോളാർ ഉപയോഗിക്കുന്നവർക്ക് സോളാർ മോഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടെങ്കിൽ മാത്രമേ കറണ്ടിൽ നിന്ന് ചാർജ് എടുക്കാതിരിക്കുകയുള്ളൂ. ഇപ്പോൾ ഇതിന് KCBയിൽ നിന്ന് ചാർജ് എടുക്കാതിരിക്കാനുള്ള സ്വിച്ച് എവിടെ എന്ന് ചോദിക്കുന്നതോട് ഹൈബ്രിഡ് ഇൻവേർട്ടറിൽ സോളാർ മോഡ്, ഹൈബ്രിഡ് മോഡ് എന്നുള്ള 2 ഓപ്ഷനാണ്. അതിൽ ഷിഫ്റ്റ് ചെയ്യുമ്പം അത് KCBയിൽ നിന്നാണോ സോളാറിൽ നിന്നാണോ ചാർജ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ KCBയിൽ നിന്ന് ചാർജ് എടുക്കുന്നത് വേറൊരു കാര്യത്തിൽ ഒഴിവാകുന്നുണ്ട്. കാരണം സോളാർ പാനലിൻ്റെ അഭാവം ഉണ്ടെങ്കിൽ മാത്രമേ KCBയിൽ നിന്ന് ചാർജ് എടുക്കുകയുള്ളൂ. KCB ഇല്ലാത്ത അവസരത്തിൽ മാത്രം, അതായത് വൈകുന്നേരങ്ങളിലോ നൈറ്റ് സമയത്തോ നല്ല മഴയുള്ള സമയത്ത് സോളാറിൻ്റെ വോൾട്ടേജ് ഇല്ലാത്ത സമയത്തിൽ മാത്രമേ ഹൈബ്രിഡ് മോഡിലിട്ടാൽ KCBയിൽ നിന്ന് ചാർജ് എടുക്കുകയുള്ളൂ. അപ്പം അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ബ്രേക്കർ ഒന്ന് ഓഫ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അതായത് സോളാർ പാനലിന് ബ്രേക്കർ ഓഫ് ചെയ്തിട്ടാൽ KCBയിൽ നിന്ന് പൂർണ്ണമായിട്ട് ചാർജ് എടുക്കാൻ പറ്റും. ഇത് ലിഥിയം ബാറ്ററി ആയതുകൊണ്ട് തന്നെ KCBയിൽ നിന്ന് ചാർജ് എടുത്ത് അതിൻ്റെ ഫ്ലോട്ട് വർക്ക് ചെയ്ത് ഗ്രാവിറ്റി ആയി അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടെന്ന ആവശ്യമില്ല. ചെറിയ ആംപിയറിൽ ഇപ്പം 120 വാട്ട്സൊക്കെ ഇപ്പം കിട്ടുന്നുള്ളെങ്കിലും അത് ചാർജ് ആയിക്കോളും. 3 ആകുമ്പോൾ 5 ആംസിലോ 10 ആംസ് കിട്ടുന്നുണ്ടെങ്കിലും അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ അത് ഗ്രാവിറ്റി ഒന്നും ആവേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ചാർജ് കിട്ടുന്നത് എത്രയാണോ അത്രയും തന്നെ അത് ചാർജ് ആയിക്കോളും. പിന്നെ ഒരു ലെഡ് ആസിഡ് ബാറ്ററി എന്ന് പറഞ്ഞാൽ 60% വരെ നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ ഇത് 90 to 95% നമുക്ക് ഡിസ്ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കത് മെയിൻസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്കതും ഒരു 1/2 HP ഒരു മോട്ടർ നമുക്ക് ഇതിൽ റൺ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഔട്ട്പുട്ട് ഉണ്ട് 220 വോൾട്ട്, 413 VA ഇപ്പോൾ ലോഡുണ്ട്. 1/2 HP ഒരു മോട്ടറാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ 1/2 HP എന്നല്ല 1 HP ആണെങ്കിലും വർക്ക് ചെയ്യും. ഇപ്പം സോളാറിൻ്റെ വെയിൽ കാര്യമായിട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പം രാവിലെ സമയമാണ്. കാരണം ഇത് നല്ല മൂടലും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രീതിയിലൊരു ബുദ്ധിമുട്ട് ഇപ്പം വരുന്നുണ്ട്. ഇപ്പോൾ സോളാറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും. അങ്ങനെയുള്ള അവസരത്തിലൊക്കെ ഈ ഹൈബ്രിഡ് മോഡിലേക്ക് ഇടുക. പിന്നെ അതല്ല സോളാറിൽ നിന്ന് മാത്രം ചാർജ് ചെയ്താൽ മതി, ഈ ഇങ്ങനത്തെ ടൈപ്പ് ലെഡ് ആസിഡ് ബാറ്ററി അല്ലാതെ ലിഥിയം ബാറ്ററി ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഈ ചെറിയ ആംപിയർ കിട്ടുന്നത് ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം ഇത് നമുക്ക് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും കിട്ടും. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൂടെ ഞാൻ പ്രതീക്ഷിക്കുന്നതാണ്. താങ്ക് യു.